ന്യൂസ് ടുഡേ കേരളം ഇപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റ് നടയിലാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ധർണയാണെന്ന് നടക്കുന്നത്. ഇവിടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ധർണയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്നത്. 4ാം ദിനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതുവരെയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതൊരു വിധത്തിലും ഇവിടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അവർ സമരം കടുപ്പിക്കുകയാണ്. OP ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തുടക്കം കുറിച്ചതെങ്കിലും അത്യാവശ്യമല്ലാത്ത സർജറികൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഡോക്ടർമാർ സമരത്തിലേക്ക് പോവുകയാണ്. വിവിധ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. സീനിയർ ഡോക്ടർമാർക്ക് പിന്തുണയുമായി PG സ്റ്റുഡൻസും ഉണ്ട്. വന്നാൽ ഞങ്ങൾ വേണം, കോവിഡ് വന്നാൽ ഞങ്ങൾ വേണം. ഹൃദയം തോടും അഭിവാദ്യങ്ങൾ, ഹൃദയം തൊട്ടൊരു അഭിവാദ്യങ്ങൾ, KGM-CTA അഭിവാദ്യങ്ങൾ. അധ്യാപകരെ നിയമിക്കാതെ ഇതിന്റെ പേരോ മെഡിക്കൽ കോളേജ്, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? പറയൂ സർക്കാരെ. ഇത് എല്ലാം ഡോക്ടർമാരെ കുറ്റമാണ്. സുപ്രീം കോടതിയിൽ കേസ് കിടക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്ന നമ്മുടെ കേസല്ല. ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടില്ല. കാരണം ലീഗൽ ഒപ്പീനിയൻ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ലീഗൽ ഒപ്പീനിയൻ മന്ത്രിയുടെ ഓഫീസിൽ തന്നെയുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ പല സെഷനിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും ഫിനാൻസ് മിനിസ്റ്ററുടെ കയ്യിൽ തന്നെ അതുണ്ട്. എന്നിട്ട് പോലും ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുന്നത് ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ടില്ല എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് തരുന്നില്ല? അതാണ് നമ്മുടെ ചോദ്യം. ഇന്ന് 24ാം ദിവസമാണ് ഈ റിലേ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിട്ട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാർ ഇവിടെ വന്ന് നിരാഹാരം നടത്തുകയാണ്. ഇതിൽ സീനിയർ ഡോക്ടർമാരുണ്ട്, റിട്ടയർ ചെയ്യാൻ പോകുന്നവരുണ്ട്, പുതിയതായി ജോയിൻ ചെയ്തവരുണ്ട്. എല്ലാ തലങ്ങളിലുമുള്ള ഡോക്ടർമാർ വരുന്നുണ്ട്. പ്രബുദ്ധ കേരളത്തിന് ഇതിലൊരു നാണക്കേടുമില്ലേ? നമ്മളെ ഭരിക്കുന്നവർക്ക് ഇതിലൊരു നാണക്കേടുമില്ലേ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിലൊരു നാണക്കേടുമില്ലേ? ഈ ഡോക്ടർമാർ ഇവിടെ വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി നിങ്ങളോട് പബ്ലിക്കായും അല്ലാതെയും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടും അത് നടക്കാതെ വന്നപ്പോഴാണ് പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് നൽകുന്ന സൗകര്യങ്ങളും ചികിത്സയും നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടന്നത്. അത് ഇന്ന് 24ാം ദിവസമാണ്. എന്തുകൊണ്ട് ഇതുവരെ ആരുടെയും കണ്ണുകൾ തുറക്കുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാരെ നിങ്ങൾ ഇത്രയധികം നിഷേധിക്കുന്നു? അപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ എന്തിനു ദ്രോഹിക്കുന്നു? ഞങ്ങൾ ആവശ്യത്തിലധികം സമയം നൽകിയിരുന്നു. പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും അതും പറഞ്ഞാണ് നമ്മുടെ സർക്കാർ ഇവിടെ കയറിയിരിക്കുന്നത്. ഇതിപ്പോൾ വരമ്പത്ത് പോയിട്ട് സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കൂലി കിട്ടാനായിട്ട്. അതും കോവിഡ് സമയത്ത് PP കിറ്റുകൾക്കുള്ളിൽ വെന്തുരുകി നിന്നുകൊണ്ട്. ഈ കാണുന്ന കേരളം ആ വ്യാധി പടർന്നു പിടിച്ചിട്ടും ഇന്നും കേരളം തല ഉയർത്തി നിൽക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അക്ഷീണമായ പ്രവർത്തനം കൊണ്ടാണ്. ഞങ്ങളാരും പേടിച്ചില്ല. ഞങ്ങൾക്ക് കോവിഡ് വരുമെന്ന് പറഞ്ഞ് എത്ര മന്ത്രിമാർ വന്നു മെഡിക്കൽ കോളേജിലെ കോവിഡ് വാർഡുകളിൽ? എത്ര മന്ത്രിമാർ വന്നു? എത്ര രാഷ്ട്രീയ പ്രവർത്തകർ വന്നു? ആരെങ്കിലും വന്നോ? എത്ര ഡോക്ടർമാർ മരിച്ചു കോവിഡ് വന്നിട്ട്? എത്ര പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി? ഇതിനൊക്കെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. കാരണം അത് ഞങ്ങളുടെ കടമയാണ്, കേരളത്തിലെ ജനങ്ങളോടുള്ള ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തു. പക്ഷേ ഇങ്ങനെ ഞങ്ങളെ കൊഞ്ഞണം കാട്ടരുത്. ഞങ്ങളെ തെരുവിൽ ഇറക്കിയിട്ടും ഞങ്ങളുടെ കൂലി തരില്ല എന്ന് ശാഠ്യം പിടിക്കുന്നത് തികച്ചും അനീതിയാണ്. പൊതുജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. പുതിയ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ്, പഴയ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത്.
NMC നോംസ് അനുസരിച്ച് മിനിമം വേണ്ട പോസ്റ്റുകൾ പോലും പുതിയ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ സമരം തുടങ്ങിയിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 44 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അതിലാകെ ഉണ്ടായിരുന്നത് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റുകൾ, അതും 2 മെഡിക്കൽ കോളേജിൽ മാത്രം, കാസർഗോഡ്, വയനാട്. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകൾ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ തിരുവനന്തപുരത്തുനിന്നും കോഴിക്കോടുനിന്നും കോട്ടയത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും റൊട്ടേഷനിൽ ഈ മെഡിക്കൽ കോളേജുകളിലേക്ക് ഞങ്ങളുടെ ഡോക്ടർമാരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ ആര് പഠിപ്പിക്കും? അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? കോന്നി, ഇടുക്കി തുടങ്ങിയിട്ട് വർഷങ്ങളായി. ക്ലിനിക്കൽ സൈഡിലെ ഡോക്ടർമാരുണ്ടോ? ഒരു ലേബർ റൂം 24 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുനിന്നും കോട്ടയത്തുനിന്നും ആലപ്പുഴയിൽ നിന്നും ഡോക്ടർമാർ പോകണം, എന്നാലേ അത് വർക്ക് ചെയ്യാൻ പറ്റൂ. ആ അവസ്ഥ എന്തുകൊണ്ട് മാറിയില്ല? ഇത്രയും വർഷങ്ങളായില്ലേ, എന്തുകൊണ്ട് മാറിയില്ല? ഇതിൻ്റെയൊക്കെ പരിഹാരം നിങ്ങൾ കാണേണ്ടിയിരുന്നതല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൂലി തരാനായിട്ട് എന്താണ് ഇത്ര വൈമുഖ്യം? അതോ ബാക്കി എല്ലാവർക്കും കൊടുത്തു? പലപ്പോഴായിട്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഞങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം? നമുക്കിതൊന്നും തരണ്ട, തരാതെ അങ്ങ് പോവാം. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തിയതും ഈ സർക്കാർ തന്നെയാണ്. ഞങ്ങൾക്ക് കുടിശ്ശിക തരാമെന്ന് പറഞ്ഞു ഓർഡർ ഇറക്കിയതും ഈ സർക്കാരാണ്. ആ ഓർഡർ മാറ്റിവെച്ചതും ഈ സർക്കാരാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും അത് തരണം എന്നുള്ളൊരു നീതി ഉറപ്പാക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല? അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒന്നും കൊടുക്കാതെ അങ്ങ് മിണ്ടാതെ അങ്ങ് പോവാം എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾ അതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ കൈകെട്ടി നിൽക്കണം. ഇപ്പോൾ ഈ OP ബോയ്ക്കോട്ട് തുടങ്ങിയിട്ട് ഇന്ന് 4ാം ദിവസമാണ്. സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ സമരത്തിന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കണം എന്ന് സർക്കാരിന് തോന്നുന്നില്ലേ? ഇന്നുവരെ ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയോ ഒരു സംഭാഷണമോ ഉണ്ടായിട്ടില്ല. സിന്ദാബാദ് 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 പ്രതിഷേധ സമരം സിന്ദാബാദ് പ്രതിഷേധ സമരം സിന്ദാബാദ് KGM-CTA സിന്ദാബാദ് KGM-CTA സിന്ദാബാദ് പ്രതിഷേധം 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 സിന്ദാബാദ് 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 KGM-CTA സിന്ദാബാദ് KGM-CTA സിന്ദാബാദ് 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 പ്രതിഷേധ സമരം സിന്ദാബാദ്. ഞങ്ങളുടെ കൂലി തന്നിട്ടില്ല, ശമ്പള കുടിശ്ശിക തന്നിട്ടില്ല, ശമ്പള കുടിശ്ശിക തന്നിട്ടില്ല, ശമ്പള കുടിശ്ശിക തന്നിട്ടില്ല. മുക്കിന് മെഡിക്കൽ കോളേജ്, മുക്കിന് മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി, ബോർഡുകൾ മാത്രം മാറ്റിയിട്ട് അധ്യാപകരെ നിയമിക്കാതെ ഇതിന്റെ പേരോ മെഡിക്കൽ കോളേജ്, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി?